ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായമാണ്. 31-ാം അധ്യായത്തിൽ ലാബാന്റെ ഭവനത്തിൽ നിന്ന് ഒളിച്ചോടിയ യാക്കോബിനെ ലാബാൻ പിന്തുടരുന്നതും അവിടെ വെച്ച് അവരൊരു എഗ്രിമെന്റിൽ ഒരു ഉടമ്പടിയിൽ പ്രവേശിക്കുന്നതും അതിൻ്റെ സാക്ഷ്യമായ ഒരു കൽക്കൂമ്പാരം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. യാക്കോബ് ഇനി തൻ്റെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഈ 32-ാം അധ്യായം യാക്കോബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടമാണ്. ദൈവം താൻ സ്നേഹിക്കുന്ന ഏവനെയും ശിക്ഷിക്കുന്നുവെന്ന് ഇബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലകടിയന്മാരെത്ര എത്ര, ജാരസന്തതികളെത്ര എന്നും അദ്ദേഹം ഇവിടെ പറയുന്നു. യഹോവയായ ദൈവം ലോത്തിനെ ഒരു തീയിലൂടെ കടത്തി രക്ഷിച്ചതുപോലെ ഇവിടെ യാക്കോബിനെയും ഒരു അഗ്നിശോധനയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ ദൈവപുത്രന്മാരെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു പക്ഷേ നമ്മെ ഇങ്ങനെ ആ ഒരു സാഹചര്യത്തിലൂടെ കടത്തിവിടുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം. ഇതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ കാണുന്ന യാക്കോബിനെ നേരിടുവാൻ ദൈവം തന്നെ തീരുമാനിക്കുകയാണ്. 3-5 വാക്യങ്ങൾ വരുമ്പോൾ യാക്കോബ് ഭയപ്പെട്ട് സ്വയസിദ്ധമായ ഉപായം ഇവിടെ ചിന്തിക്കുകയാണ്. ലാബാന്റെ ഭവനത്തിൽ നിന്നും പുറത്തു വന്നിട്ടും ഉപായങ്ങളൊന്നും അദ്ദേഹം ഉപേക്ഷിക്കുന്നില്ല. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ പല ഗ്രൂപ്പുകളായിട്ട് അദ്ദേഹം ഇത് തിരിക്കുകയും അവരെയൊക്കെ മുന്നിൽ പറഞ്ഞു വിടുകയും ചെയ്യുകയാണ്. ഒരിക്കൽ ഒരു ഗ്ലാസ് പായസത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞവൻ തൻ്റെ സമ്പത്തുകൾ കാണുമ്പോൾ തന്നിൽ പ്രീതിപ്പെട്ട് തന്നെ ഉപദ്രവിക്കാതിരിക്കുമെന്നുള്ള ഉപായമാണ് യാക്കോബ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പലരും ഇതുപോലെ തന്നെയല്ലേ? ക്രിസ്ത്യാനിയായിട്ടും ദൈവത്തെ അറിഞ്ഞിട്ടും പഴയ ഉപായം കൊണ്ട് നമ്മളിപ്പോഴും ജീവിക്കാറുണ്ട്. ഇവിടെ ഏശാവിനെ യജമാനെന്നും തന്നെക്കുറിച്ച് അടിയാനെന്നുമൊക്കെയാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ 10-20 വർഷത്തെ തൻ്റെ ജീവിത അനുഭവം യാക്കോബിൻ്റെ ജീവിതത്തിലൊരു വ്യതിയാനത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. 20 വർഷം പിന്നിട്ടിട്ടും താൻ ജ്യേഷ്ഠനെയൊക്കെ കബളിപ്പിച്ച ആ സംഭവം യാക്കോബിനെ ഭയം വിടാതെ ഇപ്പോഴും അത് പിന്തുടരുകയാണ്. യാദർച്ഛികമായി നമ്മൾ ചെയ്തു പോയ തെറ്റ് ഏറ്റുപറഞ്ഞാൽ പിന്നീട് നമുക്കതിനെക്കുറിച്ച് വലിയ ദുഃഖമുണ്ടാവില്ല. എന്നാൽ മനഃപൂർവ്വം ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും അത് നമ്മെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. 9-10 വാക്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ പിതാക്കന്മാരുടെ പേരിൽ അദ്ദേഹം ദൈവത്തോട് യാചിക്കുകയാണ്. താൻ പാപി എന്ന് യാക്കോബ് ദൈവം മുൻപാകെ ഇവിടെ സമർപ്പിക്കുകയാണ്. 20 വർഷങ്ങൾക്ക് മുൻപ് ജ്യേഷ്ഠനെ വഞ്ചിച്ച് ഭവനത്തിൽ നിന്ന് പോരുമ്പോൾ യാക്കോബിനെ മുന്നോട്ട് ഓടാമായിരുന്നു, ലാബാന്റെ ഭവനം ലക്ഷ്യമാക്കി ഓടാമായിരുന്നു. എന്നാൽ ഇന്ന് യാക്കോബിന് മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റില്ല. മുന്നോട്ട് പോയാൽ ഏശാവ് തന്നെ തന്നോട് പ്രതികാരം ചെയ്യുമെന്ന ഭയം. ഇനി ലാബാന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകാനാവില്ല. കാരണം അവിടെ അവരെ ഇടയ്ക്ക് കൽക്കൂന വെച്ച് സത്യം ചെയ്തതാണ്. ഇനി അത് ലംഘിക്കാനാവില്ല. അവന് പുറകോട്ടും പോകാനൊക്കില്ല. പലപ്പോഴും ദൈവം നമ്മെ ഇതുപോലെയുള്ള ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടത്തിവിടാറുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ ഭാര്യമാരെയും മക്കളെയും ആടുമാടുകളെയും ഒക്കെ പല ഗ്രൂപ്പുകളായിട്ട് ഇവിടെ തരംതിരിക്കുന്നുണ്ട്. 16-ാം വാക്യമൊക്കെ വരുമ്പോൾ യാക്കോബിൻ്റെ ആ ഒരു തന്ത്രം നോക്കുക.
ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയല്ല. അതുകൊണ്ടാണ് സ്വന്തമായ ചില പദ്ധതികൾ ഇവിടെ തയ്യാറാക്കുകയാണ്. ഇങ്ങനെ ഗ്രൂപ്പുകളൊക്കെ ആക്കുന്നത് വ്യർത്ഥമാണെന്നതിൻ്റെ അവസാനം പിന്നീട് നമുക്ക് മനസ്സിലാകുമല്ലോ. ഇന്ന് നമ്മളിൽ പലരും യാക്കോബ് ചെയ്തതുപോലെയാണ്. പ്രാർത്ഥിച്ച് ഒഴിവാക്കിയ ഭാരങ്ങൾ വീണ്ടും നമ്മുടെ തലയിൽ കയറ്റി വെച്ച് കരഞ്ഞുകൊണ്ട് നടക്കും. ഒരിക്കൽ പ്രാർത്ഥിച്ച് ഒഴിവാക്കിയ കുറ്റങ്ങൾ, തെറ്റുകൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ കരഞ്ഞുകൊണ്ട് നടക്കാൻ പാടില്ല. അത് നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചതാണ്. ജീവിതത്തിലെ തന്ത്രങ്ങളൊക്കെ വിജയിക്കാതെ വരുമ്പോൾ എവിടെയാണ് ആശ്രയിക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൻ്റെ പ്രതിസന്ധി പോലും അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ഏത് പ്രതിസന്ധിയെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. 22-23 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ യാക്കോബ് യബോക്ക് നദീതീരത്തെപ്പോൾ ഏകനായി നിൽക്കുകയാണ്. താൻ അധ്വാനിച്ചതും താൻ സമ്പാദിച്ചതും ഒക്കെ തനിക്ക് നഷ്ടപ്പെടുകയാണ്. വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ മറ്റൊരു മരുഭൂമിയിലേക്ക് യാക്കോബ് ഇപ്പോൾ പ്രവേശിച്ചു. ഇതിനു മുൻപ് തൻ്റെ ഭവനത്തിൽ നിന്ന് ഓടി വന്നപ്പോൾ ലൂസ് എന്ന് പറയുന്നതായ പട്ടണത്തിൽ കല്ല് തലയണയായി വെച്ച മരുഭൂമിയുടെ അവസ്ഥയിലാണ് സ്വർഗീയമായ ദർശനം യാക്കോബ് കണ്ടത്. ഇന്നിതാ വീണ്ടും അവൻ മരുഭൂമിയിലായി. 20 വർഷം അധ്വാനിച്ചതും തൻ്റെ ഭാര്യമാര്, മക്കള്, ആടുമാടുകൾ എല്ലാവരും ഇതാ തോടിന് അക്കരെ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ യാക്കോബ് വീണ്ടും ഈ ഭൂമിയിൽ ജനിച്ചതുപോലെ തന്നെയായി. അപ്പോൾ നമ്മൾ ലോകപ്രകാരം സകലതും നേടിയെങ്കിലും ഇവിടെ യാക്കോബ് ലോകപ്രകാരമുള്ള സകലതും അവൻ നേടിയതാണ്. എന്നാൽ ഇപ്പോൾ ഭയം കൊണ്ടും സംശയം കൊണ്ടും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ്. 24 മുതലുള്ള വാക്യം നമ്മൾ കാണുന്നു. യാക്കോബ് ദൈവത്തോട് മല്ലുപിടിക്കുന്നതാണ്. യുദ്ധം ചെയ്യുവാൻ, ഗുസ്തി പിടിക്കുവാൻ യാക്കോബിന് ഇപ്പോൾ ശക്തനല്ല. ലാബാനോടും ഏശാവിനോടും ഗുസ്തി പിടിക്കാൻ ഇപ്പോൾ അവന് സാധ്യമല്ല. കാരണം മാനസികമായും ശാരീരികമായും ആത്മീയമായും യാക്കോബ് വളരെ ക്ഷീണിതനാണ്. അവൻ ആരോടാണ് മല്ലുപിടിച്ചത്? അവൻ മല്ലുപിടിച്ച മനുഷ്യൻ മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് യാക്കോബ് ഇവിടെ കാണുന്നതും അവിടെ മല്ലുപിടിക്കുന്നതും. ഹോശേയ പ്രവചനം 12-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. അത് നമുക്ക് വളരെ വ്യക്തമാകും. ഇവിടെ ദൈവത്തോട് മല്ലുപിടിച്ചു അല്ലെങ്കിൽ യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ശാരീരികമായൊരു ഗുസ്തി അവിടെ നടന്നുവെന്നല്ല അർത്ഥം. ഇവിടെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന യാക്കോബിനെ ദൈവം സന്ദർശിക്കുകയാണ്. ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെടുകയാണ്. അതാണ് ഇവിടെ ഗുസ്തി എന്ന് പറയുന്നത്, അല്ല മൽപ്പിടുത്തം എന്ന് പറയുന്നത്. ഇവിടെ മൽപ്പിടുത്തം എന്ന് പറയുന്നത് ദൈവം ഓരോ കാര്യം യാക്കോബിനോട് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം അവന് ഓരോ ന്യായീകരണം പറയുകയാണ്. അതാണ് മൽപ്പിടുത്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം ഇങ്ങനെ ചോദിച്ചു കാണും, നീ നിന്റെ ജ്യേഷ്ഠനെ പായസം കൊടുത്ത് നീ പറ്റിച്ചവനല്ലേ? അപ്പോൾ യാക്കോബ് പറയുകയാണ്, അത് ഞാനല്ലല്ലോ കാരണക്കാരൻ. അവൻ വന്നിട്ടല്ലേ, പായസം ചോദിച്ചിട്ടല്ലേ ഞാനത് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അവന് ഓരോന്നിനും അവൻ ചെയ്തതായ ജീവിതത്തിൻ്റെ ആ തെറ്റുകൾക്ക് അവന് ന്യായീകരണമുണ്ട്. നീ നിന്റെ കണ്ണ് കാണാതെ നിന്റെ അപ്പനെ നീ വഞ്ചിച്ചില്ലേ, അതെൻ്റെ കുഴപ്പമില്ലല്ലോ, അമ്മ പറഞ്ഞിട്ടല്ലേ എന്നാണ് അവൻ്റെ ന്യായീകരണം. അപ്പോൾ ദൈവം ചോദിക്കുന്നു, അമ്മ പറഞ്ഞ ഉടനെ കേൾക്കുവാൻ തക്കവണ്ണം നീ ഒരു ശിശുവല്ലായിരുന്നല്ലോ, നീ മുതിർന്നവനായിരുന്നല്ലോ, ശരിയും തെറ്റും നിനക്കറിയാമായിരുന്നില്ലേ, നിന്റെ അപ്പനെ വഞ്ചിക്കാൻ പാടില്ലെന്ന് എന്തുകൊണ്ട് നീ മനസ്സിലാക്കിയില്ല? അതിനെല്ലാം അവൻ്റേതായ ന്യായീകരണമുണ്ട്. ഏതൊരു പാപം ചെയ്ത മനുഷ്യൻ ഇതുപോലെ തന്നെ ന്യായീകരിച്ച് നമ്മൾ കണ്ടതാണ്. നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ നിമിത്തം ഞാനിത് ചെയ്തു, സ്ത്രീ പറഞ്ഞു പാമ്പാണ് എന്നെ ചതിച്ചത്. ഇങ്ങനെ നമ്മളും ചെയ്തതായ ഓരോ തെറ്റുകൾക്ക് നമ്മൾ പലപ്പോഴും ന്യായീകരണം പറഞ്ഞു ഒഴിയാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്.
ദൈവസന്നിധിയിൽ ഒന്നും സമ്മതിക്കാതെ, നമ്മുടെ കുറ്റങ്ങളെ, നമ്മുടെ കുറവുകളെ ഏറ്റുപറയാതെ ന്യായീകരിക്കുന്നത്, അതിൽ ന്യായീകരണം കണ്ടുപിടിക്കുന്നത് അതൊരു മൽപ്പിടുത്തമാണ്. പക്ഷെ അതുകൊണ്ട് ആരും ജയിക്കുകയില്ല. നമുക്ക് പറയാൻ ന്യായീകരണമുണ്ട്, സാഹചര്യ സമ്മർദ്ദമാണ്, മാനുഷിക ബലഹീനതയാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ദൈവം ആ തെറ്റിനെ അഥവാ പാപത്തെ ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ യാക്കോബ് ദൈവത്തോട് എതിർത്ത് സംസാരിക്കുന്നു എന്നതാണ് ഇവിടെ മല്ലടിക്കുന്നു എന്നതിനർത്ഥം. കായൻ ഇതേ ചോദ്യം യഹോവയായ ദൈവത്തോട് ചോദിച്ചല്ലോ, നിന്റെ അനുജൻ എവിടെയെന്ന്. ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണോ എന്നല്ലേ അന്ന് കായൻ ചോദിച്ചത്. അപ്പോൾ കോപിക്കുക, മറുതിരിക്കുക, കള്ളം പറയുക, ഇങ്ങനെയുള്ള ഓരോ പാപ സ്വഭാവവും ദൈവത്തോട് നടത്തുന്ന മൽപ്പിടുത്തമാണ്. 25-ാം വാക്യം വരുമ്പോൾ നമുക്കറിയാം, അങ്ങനെ ഒരിക്കലും നമുക്ക് ദൈവത്തെ ജയിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നമ്മുടെ ന്യായീകരണത്തിൽ നിന്ന് നമ്മൾ പിന്മാറാതെ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ വിടുകയില്ല. 26-ാം വാക്യം വരുന്നത് നമ്മൾ കാണാം, ദൈവപുരുഷൻ അവനെ സ്പർശിക്കുകയാണ്, അവൻ്റെ കാല് ഇടറുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവത്തോട് എതിർത്തത് കൊണ്ടൊന്നും നമ്മൾ നേടില്ല എന്ന് യാക്കോബ് മനസ്സിലാക്കിയപ്പോൾ അവൻ തോറ്റു. ന്യായീകരണം പറയുന്നത് അവിടെ അവസാനിപ്പിച്ചു. ഇന്ന് അബ്രഹാമിൻ്റെ ജീവിതം നമ്മൾ കണ്ടതാണ്. ദൈവം പറഞ്ഞതിനെല്ലാം ആമീൻ പറഞ്ഞതല്ലാതെ അവനൊന്നും ദൈവസ്ഥാനത്തിൽ ന്യായീകരിച്ചില്ല. അതുകൊണ്ട് അബ്രഹാം നീതീകരിക്കപ്പെട്ടതായി നമ്മൾ കണ്ടു. ഇന്ന് നമ്മുടെയൊക്കെ ശ്രമം എന്താണ്? ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാനാണോ അതോ ദൈവത്തോട് എതിർത്ത് നിൽക്കാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? എതിർക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ ദൈവം നമ്മളെ മുടന്തിക്കും. മുടന്തിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിൻ്റെ ഫലം മറ്റുള്ളവർ കാണത്തക്കവണ്ണം ദൈവം നമ്മെ ശിക്ഷിക്കുമെന്നാണ് അർത്ഥം. ദൈവം അതിന് ശേഷം ഇവിടെ യാക്കോബിനോട് പേര് ചോദിക്കുന്നു. ഈ ദൈവപുരുഷന് പേരറിയാൻ മേലാഞ്ഞിട്ടല്ല, യാക്കോബിനെ കൊണ്ട് തന്നെ അവൻ ആരാണെന്ന് പറയിക്കുകയാണ്. അവൻ പറഞ്ഞു, യാക്കോബ് എന്ന് പറഞ്ഞാൽ കൗശലക്കാരനാണ്. ഞാനൊരു കൗശലക്കാരനാണ്, ഞാൻ ഉപായിയാണ്, ഞാൻ ചതിയനാണെന്ന് അവനെ കൊണ്ട് തന്നെ ഏറ്റുപറയിക്കുകയാണ്. ഇനി അവൻ്റെ ജീവിതത്തിൽ ഒന്നും അവന് പൊതിഞ്ഞ് ജീവിക്കാനാവില്ല. അവൻ ഏറ്റുപറയുന്നു, അവൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. അപ്പോഴിതാ പുതിയ പേര് ലഭിക്കുന്നു, ഇസ്രായേൽ എന്ന പേര് പ്രാപിക്കുകയാണ്. ദൈവം വിധിച്ചു എന്നർത്ഥമുള്ള ഇസ്രായേൽ. ഇപ്പോൾ വായിക്കുന്ന 29-ാം വാക്യം നമ്മൾ വായിക്കുന്നു, അപ്പോൾ സൂര്യൻ ഉദിച്ചു എന്നാണ്. ആ സ്ഥലത്തിന് ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടു. മനുഷ്യാവതാരം ചെയ്യാൻ പോകുന്ന ക്രിസ്തുവിനെയാണ് ഇവിടെ മുഖാമുഖം കണ്ടത്. ആ സ്ഥലത്തിന് പെനിയേൽ എന്നവൻ അഥവാ ദൈവമുഖം കണ്ടു എന്നുള്ള അർത്ഥത്തിൽ ആ സ്ഥലത്തിന് പേരിടുകയാണ്. അപ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിനു മുൻപ് ജ്യേഷ്ഠനെയും പിതാവിനെയും വഞ്ചിച്ചോടി വന്ന രാത്രി ലൂസ് പട്ടണത്തിൽ വന്നപ്പോൾ അവിടെ എഴുതിയിരുന്നു സൂര്യൻ അസ്തമിച്ചു എന്നാണ്. അന്ന് യാക്കോബിൻ്റെ ജീവിതത്തിൽ അസ്തമിച്ച സൂര്യൻ ഇന്ന് വീണ്ടും ഉദിക്കുകയാണ്. അവനൊരു പുതിയ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക് ഇന്നിതാ യാക്കോബ് പ്രകാശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ച അവസ്ഥയാണോ സൂര്യൻ പ്രകാശിക്കുന്ന അവസ്ഥയാണോ എന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക. ഇന്ന് ഈ നിമിഷം മുതൽ യാക്കോബ് ഒരു പൂർണ്ണ ആത്മീയ മനുഷ്യനായി മാറുകയാണ്. നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഫറവോന്റെ സന്നിധിയിൽ കൈയുയർത്തി ഫറവോൻ രാജാവിനെ വരെ അനുഗ്രഹിക്കുന്നൊരു യാക്കോബിനെ നമുക്ക് കാണാൻ പറ്റും. ഉപായിയും തന്ത്രശാലിയും ഭയപ്പെട്ടവനും നിരാശനുമൊക്കെ മാറിയ യാക്കോബ്, എന്തോരു മാറ്റമാണ് ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തെ മുഖാമുഖം കണ്ടതിന് ശേഷം ന്യായീകരണങ്ങളൊക്കെ നിർത്തി, കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു. ഒരു പുതിയ സൃഷ്ടിയായി യാക്കോബ് അവിടെ മാറ്റപ്പെടുകയാണ്.
അവൻ ഭയപ്പെട്ടതുപോലെയല്ല യേശാവിന് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ആടുമാടുകളൊക്കെ കൊടുത്തപ്പോൾ യേശാവ് പറഞ്ഞു, എനിക്കെൻ്റെ ആവശ്യമില്ല, ദൈവം എന്നെയും അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം ഇതെനിക്കൊക്കെ തന്നിട്ടുണ്ട്. നീ എൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിപ്പോയെങ്കിലും മറുവശത്തോട് ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് സഹോദര, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ സ്നേഹത്തോടെ കൊടുത്തത്, അവനോടുള്ള സ്നേഹത്തെ പ്രതി ആ സമ്മാനമായി അദ്ദേഹം അവിടെ സ്വീകരിക്കുന്നുമുണ്ടല്ലോ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ദൈവത്തോട് എതിർത്തത് കൊണ്ടോ ന്യായീകരിക്കുന്നത് കൊണ്ടോ നമുക്കൊന്നും നേടാനാവില്ല. പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ പേര് മാറും, സ്വഭാവം മാറും, ജീവിതം മാറും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കണം. പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അധ്യായം എല്ലാവരും നന്നായി വായിച്ച് നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി ചിന്തിച്ച് ധ്യാനിക്കുക.